Yo guys, this is 24 Frame. Sit back, relax and let's talk. Sit. Guys, ദൃശ്യം കണ്ടു, അജാതി സാധനം. ഈ ഒരു ഫ്രാഞ്ചൈസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എപ്പോഴും 1 തന്നെയാണ്. 1ൻ്റെ താണ് തന്നെ ഇരിക്കും. 2 ഇറക്കിയപ്പോൾ 2 ഇറക്കണമെന്നുള്ളൊരു ഇത് ഞാൻ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇവർ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ എന്ന് ആലോചിച്ചു. ബട്ട് 2 നമ്മുടെ എക്സ്പെക്റ്റേഷനൊക്കെ പൊളിച്ച് ഒരു ഗംഭീര സാധനമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. 2 കൂടെ കഴിഞ്ഞ 3ൻ്റെ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എന്തിനാ ഇങ്ങനെ ഒരു പടത്തിൻ്റെ ആവശ്യമെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചു പോയി. ഇതിൻ്റെ ആവശ്യമില്ല, ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ ലാസ്റ്റിലിട്ട് ഉരുക്കി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ എന്ന് ഞാൻ അപ്പം ആലോചിച്ചു. ബട്ട് ഇപ്പം ഞാൻ അതിൽ റിഗ്രറ്റ് അടിക്കുന്നു. കാരണം ഈ മൂവി കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നുണ്ട് ഇതിന് വേണമെങ്കിൽ 4നും കൂടെ ഒരു ചാൻസ് ഉണ്ട്. അത് ടൈലൻഡിലൊരു സാധനം കൂടി ഇട്ടിട്ടാണ് ജിത്തു ജോസഫ് പോയിരിക്കുന്നത്. സോ അത് 4 പ്രതീക്ഷിക്കാം. 3 എന്ന് പറഞ്ഞാൽ ഇതൊരു കുറച്ചുകൂടെ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഫുൾ അങ്ങ് ആ ഒരു ട്വിസ്റ്റുകൾ കൊണ്ട് നിറച്ച് ആ മുൾമുനയിൽ നിർത്തുന്ന സാധനമല്ല. ബട്ട് ഇത് കുറച്ചുകൂടെ ഒരു ഡ്രാമയും കൂടെ കുറച്ച് കയറ്റിയിട്ടുണ്ട്. ഐ മീൻ കുറച്ചുകൂടി ഇമോഷണലാണ്. ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഫാമിലി ആയിട്ട് പുള്ളിയുടെ ആ ഒരു പിന്നെയുള്ള ലൈഫ് കാണിക്കുന്ന രീതിയിൽ ഈ ടെൻഷനും ഇതും പേടിയും എല്ലാം കൂടെ കൊണ്ടുള്ള ഒരു ലൈഫാണ് മെയിനായിട്ട് ഇതിൽ അവർ ഉദ്ദേശിക്കുന്നത്. സോ അത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടർ അത് പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ശരിക്കും ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ ആ പുള്ളിയുടെ ഒരു പെയിനും ആ ഒരു കാര്യവും നമ്മൾ വ്യൂവേഴ്സിനും കൂടെ ശരിക്കും ഫീൽ ചെയ്യും. അങ്ങനെ എനിക്ക് തോന്നി. 1ഉം 2ഉം പോലെ തന്നെ ഇത് ഫസ്റ്റ് ഹാഫ് എപ്പോഴും ഒരു കുറച്ച് സ്ലോ പേസ് ആണെന്ന് പറയുന്നില്ല. ബട്ട് ഇന്നാവാൻ ആൾക്കാർ വ്യൂവേഴ്സിനെ ആ ഒരു മൂവിയിലേക്ക് ഇന്നാക്കാൻ കുറച്ച് ടൈം എടുക്കും. കുറച്ച് പേര് ഫോണൊക്കെ നോക്കിയിരിക്കുന്ന ഞാൻ കണ്ടു. അത് ബോറടി ഉള്ളതുകൊണ്ടല്ല, അത് കുറച്ചുകൂടെ റോ ആയിട്ട് പല പല കാര്യങ്ങളും കാണിച്ചു തരാം. എന്നാലാണ് ലാസ്റ്റ് എല്ലാം കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഒന്ന് ഇന്നാവാൻ ടൈം എടുക്കും. ബട്ട് സെക്കൻഡ് ഹാഫ് വേറൊരു ട്രാക്കിലേക്കാണ് തോന്നുന്നത്. കാര്യങ്ങൾ ഭയങ്കര സ്പീഡിൽ കാണിച്ചു പോകുന്നു. 2ൽ ഒരുപാട് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഇതിൽ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്ന എല്ലാ കാര്യവും വൃത്തിയായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഇതിലാണ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫും പോകുന്നത്. സോ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റിലെ സെക്കൻഡ് നിങ്ങൾ കണ്ടത് ഈ പുള്ളി ഈ ഫാമിലീനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ ഇതിലും അങ്ങനെ ഉണ്ടില്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ കളി കളിച്ചിരിക്കുന്ന വേറെ പല ആൾക്കാരാണ്. ശരിക്കും ജോർജ് കുട്ടി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് ആ ഒരു പ്രിക്വേഷൻ എല്ലാ സിനിമയിലും പുള്ളി എടുക്കുന്ന പ്രിക്വേഷൻ, പുള്ളി എടുക്കുന്ന മുൻകൂട്ടി കാണുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അതുപോലെയാണ്. പക്ഷേ ഇതിന് കുറച്ചുകൂടെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ പുള്ളിയെല്ലാം മെയിനായിട്ട് കളിച്ചേക്കുന്ന വേറെ പല ആൾക്കാരാണ്. സോ അതിന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ സ്പോയിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതൊരു വർത്ത് ആയിട്ടുള്ളൊരു വാച്ച്. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് അത്ര നല്ലതായിരിക്കും. പിന്നെ ഒരുപാട് സ്പോയിലേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. പക്ഷേ ഇതിൻ്റെ മൂവിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്പോയിലേഴ്സ് വന്നിട്ട് കാര്യമില്ല. കാരണം പ്രത്യേകിച്ച് സ്പോയിലേഴ്സിന് ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ഒരുപാട് കാര്യം ലാസ്റ്റ് സെക്കൻഡ് ഹാഫിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഒരു ഒറ്റ വാക്കിലോ 2 വാക്കിലോ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് പല പല കാര്യങ്ങൾ ഒരുമിച്ച് കാണിച്ചുകൊണ്ടൊന്ന് ലാസ്റ്റ് എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ മൂവി കാണുമ്പോഴേ നിങ്ങൾക്കത് കറക്റ്റായിട്ടൊരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ക്ലൈമാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ മാക്സിമം മൂവി കാണാൻ നോക്കുക. അടിപൊളി മൂവിയാണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ദൃശ്യം ഫ്രാഞ്ചൈസിൻ്റെ ഒരു ഫാനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ ഇനി എനിക്ക് 4 കാണണമെന്ന് താല്പര്യമുണ്ട്. 4 അവർ എടുത്താൽ അത് ഞാൻ പോയി കാണും. ഇത്ര നാൾ വിചാരിച്ചുകൊണ്ടൊന്നും അതിൻ്റെ ആവശ്യമില്ലെന്നാണ്. ബട്ട് ഇപ്പം എൻ്റെ അഭിപ്രായം ഫുള്ള് ഞാൻ ചേഞ്ച് ചെയ്തു. 4 കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. സോ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ളൊരു റിപ്ലൈ താഴെ ഇടുക. സോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി മൂവി കാണാം.